കോഴിക്കോട് മാലിന്യ ടാങ്കിൽ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ദാരുണാന്ത്യം. ഹോട്ടലിലെ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരിച്ചത് കോഴിക്കോട് സ്വദേശികൾ. ടി.കെ. ശിവകുമാറിന്റെ മൃഗബലി പരാമർശത്തിനെതിരെ നേതാക്കൾ രംഗത്ത്. ഭ്രാന്തൻ പരാമർശമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിൽ നടക്കാത്ത സംഭവമെന്ന് ദേവസ്വം മന്ത്രി. വിഷയം അന്വേഷിക്കുമെന്നും മന്ത്രി രാധാകൃഷ്ണൻ. ശിവകുമാറിന്റെ ആരോപണം തള്ളി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക എം.പി. പ്രജ്വൽ രേവണ്ണയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിച്ചത് കോടതി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം. 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം നൽകിയത് കർശന വ്യവസ്ഥകളോടെ. CBIയുടെയും അമ്മയുടെയും വാദങ്ങൾ തള്ളിക്കോടതി. പീരുമേട് MLA ആയി വാഴൂർ സോമൻ തുടരും. തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെച്ചു. ക്രമക്കേട് ആരോപിച്ചുള്ള UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ഹർജി കോടതി തള്ളി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. റൂറൽ SP 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. നിർദ്ദേശം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ ഹർജി. തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ. മലപ്പുറത്ത് ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ ഇൻസ്പെക്ടർക്കും SIക്കും സസ്പെൻഷൻ. കോഴിക്കോട് മാലിന്യ ടാങ്കിൽ ശ്വാസം മുട്ടി 2 പേർ മരിച്ചു. കോഴിക്കോട് സ്വദേശികളായ റിനീഷ്, അശോകൻ എന്നിവരാണ് മരിച്ചത്. കോവൂർ മുണ്ടിക്കൽ താഴം ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. വിവരങ്ങളുമായി